മുടി പെട്ടെന്ന് വളരാനായിട്ട്, വിട്ടുമാറാത്ത താരൻ പോവാനായിട്ട്, മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം ആഴ്ചയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിയിൽ ഉണ്ടാകുന്ന ഡാമേജ് എല്ലാം മാറ്റി താരൻ പോലുള്ള ഫംഗസ് എല്ലാം ഇല്ലാതാക്കി മുടി നന്നായിട്ട് തഴച്ചു വളരും. ഇതിന് വേണ്ടത് മൂന്നേ ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ഈ 3 ഇൻഗ്രീഡിയൻസും എല്ലാവരുടെ വീട്ടിലുണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു ടിപ്പിൻ്റെ പ്രത്യേകത. നമ്മൾ പുതിയതായിട്ട് വാങ്ങി ചെയ്യേണ്ടതൊന്നല്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൻ്റെ ഇപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നമുക്ക് 2 ചാനലുണ്ട്, ടിപ്സ് ഫോർ യു A to Z, ഗീതൂസ് ഹെയർ കെയർ. മാത്രമല്ല നമ്മളൊരു 7 വർഷമായിട്ടേ മുടി കൊഴിച്ചിൽ വെറും 7 ദിവസം കൊണ്ട് മാറാനായിട്ടും മുടി കൊഴിഞ്ഞു പോയിട്ട് 2 ആഴ്ച കൊണ്ട് റീഗ്രോത്ത് ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള ഹെയർ ഓയിൽ, ഹെയർ ഗ്രോത്ത് പാക്ക്, ഹെന്ന പൗഡർ, ഇൻഡിഗോ പൗഡറൊക്കെ കൊടുക്കുന്നുണ്ട്. ഹെയറിലേക്കായിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമല്ല കേട്ടോ, സ്കിൻ വൈറ്റനിങ്ങിനായിട്ടുള്ള പ്രൊഡക്ട്സും കൊടുക്കുന്നുണ്ട്. ഹെയർ ഓയിൽ, സ്കിൻ വൈറ്റനിങ് ഓയിൽ 100% നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. 1 വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ട് ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കാം. അപ്പം നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ട്, മുടി നന്നായി തഴച്ചു വളരാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് ഒരു ദിവസത്തേക്ക് എത്രയാണോ നിങ്ങൾ എടുക്കാറുള്ളത് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഹെയർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. നമ്മളുടെ മുടിക്ക് പഞ്ചസാര ഉപയോഗിക്കുന്നത് മുടി വളർച്ച കൂട്ടാനായിട്ട് നല്ലതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയോട്ടിലുള്ള മൃതകോശങ്ങളെ നീക്കം ചെയ്യാനായിട്ട്, താരൻ ഇല്ലാതാക്കാനായിട്ടൊക്കെ നല്ലതാണ് പഞ്ചസാര ഉപയോഗിച്ച് ഈ ഒരു മസാജ് ചെയ്യുന്നത്. നമുക്ക് ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹെയർ ഗ്രോത്ത് കുറയ്ക്കാനായിട്ട് കാരണമാകും കേട്ടോ. പഞ്ചസാര ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ട് സ്ക്രബ് ചെയ്യണം എന്നാണ് പറയുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ്. തലമുടി വളർച്ച കൂട്ടാനായിട്ട്, മുടി കൊഴിച്ചിൽ തടയാനായിട്ട്, മുടിക്ക് സ്വാഭാവിക തിളക്കം കിട്ടാനായിട്ട് കാപ്പിപ്പൊടി വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 ഇൻഗ്രീഡിയൻസും കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു മിക്സ് നമ്മുടെ സ്കാൾപ്പിൽ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുഞ്ഞു മക്കൾക്കായാലും ചെയ്യാവുന്നതാണ്. ഇത് ചെയ്തതിന് ശേഷം നാച്ചുറലായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പു ഉപയോഗിക്കുക. അതായത് ചെമ്പരത്തി താളി, ഉപ്പിടാത്ത കഞ്ഞിവെള്ളം, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് തല കഴുകുന്നതാണ് നല്ലത്. ബക്കറ്റ് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പഞ്ചസാരയുടെ അംശമൊക്കെ സ്കാൾപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോവാനായിട്ട് നല്ലതാണ് ബക്കറ്റ് വാഷ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കോഫി പൗഡർ ഇതിൽ ചേർക്കുമ്പോൾ നമ്മുടെ സ്കാൾപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ എന്താണ്ടാവുക, നമ്മുടെ മുടി ഒഴിച്ചിൽ മാറി മുടി നന്നായിട്ട് വളരും. ഇതിന് സഹായിക്കുന്നത് കാപ്പിപ്പൊടിയിലുള്ള കഫീനാണ് കേട്ടോ. തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടവും അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവും കൂട്ടാനായിട്ട് കാപ്പിപ്പൊടിയിലെ കഫീൻ സഹായിക്കുന്നതാണ്. മുടിവേരുകളെ കൂടുതൽ ബലപ്പെടുത്താനായിട്ട്, മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് കാപ്പിപ്പൊടിയും പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ള ഈ സ്ക്രബ് കൊണ്ട് പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ചിലരുടെ ഹെയർ കാണുമ്പോൾ ഡെഡ് ഹെയർ ആയിട്ട്, ഡാമേജ് ഹെയർ ആയിട്ടൊക്കെ തോന്നാറുണ്ട്. അത്തരത്തിലുള്ള ഹെയർ മുടിക്ക് തിളക്കം കൂടുതൽ കിട്ടാനായിട്ട് ഈ ഒരു സ്ക്രബ് നല്ലതാണ് കേട്ടോ. പല ആളുകൾക്കും ഇന്നത്തെ ജനറേഷനിൽ കൂടുതലും കണ്ടുവരുന്ന മുടിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അകാലനര. അങ്ങനെ ഉണ്ടാകുന്ന അകാലനര ഇല്ലാതാക്കാനായിട്ട്, വരാതിരിക്കാനായിട്ടൊക്കെയും നമ്മുടെ ഈ കോഫി പൗഡർ വെച്ചിട്ടുള്ള സ്ക്രബ് നല്ലതാണ്. വളരെ പെട്ടെന്ന് തന്നെ വെറും 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യണം. മിനിമം ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുക. 2-3 ദിവസം കൂടുമ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇത് കുറച്ച് ലൂസായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാൾപ്പിൽ മാത്രമല്ല ഹെയറിലായാലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ആ തരിതരോട് കൂടിയിട്ട് തന്നെ ഉപയോഗിക്കണം. ഒരുപാട് പഞ്ചസാര അലിഞ്ഞ് പോയതിന് ശേഷം ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തരിതരി പോലുള്ള താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നതാണ്. നമ്മുടെ ഗീതൂസ് നാച്ചുറൽസിൻ്റെ പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പ് അയക്കുക. പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമ്മൾ 11 പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. ഉപയോഗിച്ചവരുടെ റിസൾട്ട് കാണാനായിട്ട്, പ്രൊഡക്ട്സിൻ്റെ റേറ്റ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് വാട്സപ്പ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം.
വെറും 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ, മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ.